കലത്തപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടി ശർക്കര ഉരുക്കി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ല ഒരു അടിപൊളി കലത്തപ്പമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് വച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വേണം മാവ്. നല്ല ഒരു കലത്തപ്പമാണ്. ഇതൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം. നല്ല പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതിലേക്ക് കുറച്ച് ജീരകവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ തേങ്ങ. എല്ലാവരും നാളികേരം എന്ന് പറയും, നമ്മൾ തേങ്ങയെന്ന് പറയും. അത് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് സെറ്റായി. ഇത് ഒരുപാട് കട്ടിയായാൽ ഇത് വേവില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ലൂസായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് കട്ടിയായാൽ ഇത് ഉള്ളു വേവില്ല. നമ്മൾ മാവൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതാണ്. കുറച്ച് നെയ്യും കൂടെ ഇട്ടു. കുറച്ച് ഇപ്പോഴേ കട്ടിയായുള്ളൂ. ഇത് വറുത്ത മാവായുണ്ടാണ് കട്ടിയായി തോന്നുന്നു. അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ മാവ് കോരി ഒഴിക്കണം. ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മുന്തിരി രണ്ട് മൂന്ന് ഇട്ടാൽ മതി. 2-3 ഇട്ടാൽ മതി. അണ്ടിപ്പരിപ്പ് കുറച്ച്. തീ അണച്ച് കഴിക്കാൻ പറ്റും. ഇങ്ങനെ ഒലിവോലനോട് എടുത്തോ. ഇങ്ങനെ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡിയായി. ഇതൊന്ന് എടുക്കണം. അതിനകത്ത് ഇതിനങ്ങ് തട്ടാൻ പോവേ നമ്മൾ. കണ്ടോ നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കിയത് കൊണ്ട്. അടിപൊളി കലത്തപ്പമാണ്. ഹെൽത്തിയായ സാധനമാണ്. ഇത് നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് മുറിക്കണം. അങ്ങനെ നമ്മൾ കലത്തപ്പം കട്ട് ചെയ്യുന്നു. ചെറിയ പീസാക്കി പൊടിഞ്ഞു വന്നു. കലത്തപ്പം കൊടുക്കുകയാണ്. അടിപൊളി കലത്തപ്പമാണ്. നല്ല ടേസ്റ്റിയാണ്. നല്ല ഹെൽത്തി ആയണം. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞങ്ങളെ കലത്തപ്പം എല്ലാവരും കാണണം. ഓക്കേ.